തന്നോടുള്ള ഇഷ്ടക്കേടൊന്നും വീട്ടിൽ വെച്ച് കാണിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ അവളിരുന്നു. വീട്ടുമുറ്റത്തെത്തിയതും അവൾ വീടിനകത്തേക്ക് കണ്ണുകൾ ഓടിച്ചു. ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ടു. എന്നോടുള്ള ദേഷ്യം ഇവരുടെ മുമ്പിൽ കാണിക്കരുത്, അവൾ യാചന പോലെ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ അകത്തു നടന്നു. ദിയാമി! ആലുമോൾ ഓടി വന്നതും ദിയെ അവളെ കയ്യിലെടുത്തു. അവളെ കവളിൽ ഉമ്മ വെച്ച് വാങ്ങിയ സ്വീറ്റ്സ് ഒക്കെ കയ്യിൽ കൊടുത്തു. ആഹാ, നിങ്ങളോ? വാ ഇരിക്കെ. ഷാൻ ഇരുന്നതും ദിയ ഇത്തയ്ക്ക് പിന്നാലെ കിച്ചണിലേക്ക് പോയി. ഉമ്മ എവിടെ? ഞാനിവിടെയുണ്ട്. പുറത്തു നിന്ന് വിയർപ്പ് തുടച്ചുകൊണ്ട് ഉമ്മ അകത്തേക്ക് കയറിയതും ദിയ ഉമ്മയെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ഉമ്മക്ക് സുഖമാണോ? ഉമ്മാക്കോ? നീ പോയതിൽ പിന്നെയാ ഉമ്മയൊന്ന് സമാധാനത്തോടെ ഉറങ്ങിയത് തന്നെ. അയാള് പിന്നെയും വന്നു ഉമ്മ? വന്നിരുന്നു, കുറേ ബഹളം ഉണ്ടാക്കി. എനിക്കിപ്പോൾ പേടി അവിടെയും വന്ന് അയാൾ പ്രശ്നം ഉണ്ടാക്കുമെന്നാ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല. ഉമ്മ ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്ത്. ദേ, ഷാനുക്ക അപ്പുറത്ത് തന്നെയുണ്ട്. ഉമ്മ കണ്ണു തുടച്ച് പുഞ്ചിരിയോടെ അവൻ്റെ അടുത്ത് ചെന്നു. ദിയ ഇത്തയൊന്ന് നോക്കിയതും അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നത് കണ്ട് ആ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എല്ലാം ശരിയാവും, പടച്ചോനല്ലേ വലുത്. അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തലയാട്ടി. ഉമ്മ ഓരോന്ന് ചോദിക്കുന്നതിനൊക്കെ അവനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. ഇനി എപ്പോഴും മോളെ ഇങ്ങോട്ട്? ഇറങ്ങാൻ നേരം ഉമ്മയുടെ ചോദ്യം കേട്ട് ദിയയൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞതും ഷാൻ അവളെ ഒന്ന് നോക്കി. അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ നീ വേണമെങ്കിൽ 2 ദിവസം ഇവിടെ നിന്നോ. അവളെ ഒഴിവാക്കാനുള്ള താല്പര്യമാണെന്ന് അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പെണ്ണ് എൻ്റെ തലയിൽ നിന്ന് പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? വൈകാതെ നീ ഉറങ്ങിപ്പോവും, അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം. അവൻ പല്ല് കടിച്ചു പിടിച്ച് അവളെ നോക്കി. ദിയ എല്ലാം കാണുന്നുണ്ടായിരുന്നു. എങ്കിൽ അവൾ ഒന്നും പുറമേ കാണിക്കാതെ ഉമ്മയെയും ഇത്തയും ആലുമോളെയും വിഷമത്തോടെ നോക്കി യാത്ര പറഞ്ഞു. രാത്രി മുറിയിലേക്ക് വന്നതും ഷാൻ ദേഷ്യത്തോടെ അവളുടെ അടുത്ത് ചെന്നു. നീ എന്താ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് പ്രതിജ്ഞ ചെയ്തു വന്നതാണോ? അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ ഈ ഷാൻ ആരാണെന്ന് നീ അറിയുമായിരുന്നു. 1 വീക്ക് നിനക്ക് ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ അവിടെ കണ്ടേക്കരുത്. എന്തേലും പറഞ്ഞ് നീ തന്നെ ഇവിടുന്ന് പോയേ പറ്റൂ. അവൻ്റെ ദേഷ്യം കണ്ട് അവൾ പേടിയോടെ തലയാട്ടി. ആ കുഞ്ഞുമുറിയിൽ അവൾ കണ്ണീരോടെ കിടന്നു. അപ്പോഴും അവൻ തൻ്റെ പ്രണയസല്ലാപത്തിലായിരുന്നു. കാലത്ത് ഷാൻ റെഡിയായും പുറത്തേക്കിറങ്ങുമ്പോഴാണ് ദിയ മുറിയിലേക്ക് കയറി വന്നത്. ഒരുമിച്ചുള്ള വരവായതുകൊണ്ട് തന്നെ അവൻ ചെന്ന് അവളെ ഇടിച്ചതും ദിയ അവനെ ഒന്ന് നോക്കി. അവൻ അവളെ വെറുപ്പോടെ നോക്കി മാറി നടക്കുമ്പോഴാണ് അവളിലേക്ക് തന്നെ വീണ്ടും അവനെ അടുപ്പിച്ചത്. ബട്ടൺസിൽ അവളുടെ തലമുടി കൊരുത്തത് കണ്ട് അവൻ ദേഷ്യത്തോടെ അതിൽ പിടിച്ചു വലിച്ചതും ദിയ വേദനയോടെ തലയിൽ കൈവച്ചു. അവൾ അറിയാതെ എരിവ് വലിച്ചതും അവൻ അത്യധികം ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി ഒരു തള്ളു കൊടുത്തതും അവൾ പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ പിറകിലേക്ക് വേച്ച് താഴേക്ക് വീണു. ഇത്ത! ഹനു അവളെ വന്ന് പിടിച്ചു നിർത്തി. ഷാനുവിനെ നോക്കിയതും അവൻ മുറിയിലേക്ക് നടന്നു. എന്തിനാ ഇത്തേ കാക്കു തള്ളിയിട്ടത്? അത് ഞാൻ കാല് തന്നെ വീണതാ, ഞാൻ കണ്ടതാ. ഹനു അതും പറഞ്ഞ് താഴേക്കിറങ്ങിയതും ദിയ കണ്ണീരോടെ നിന്നു. ഞാൻ കണ്ടതാ, ഇത്തേ ഷാനുക്ക് തള്ളിയിട്ടത് തന്നെയാ. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ദിയ താഴേക്കിറങ്ങുമ്പോൾ തന്നെ കേട്ടത് ഹനു ഉമ്മച്ചിയോടും ഉപ്പച്ചിയോടും എല്ലാം പറയുന്നതാണ്. അവൾ ഒന്നും കേൾക്കാത്ത പോലെ കിച്ചണിലേക്ക് നടന്നു. ഇത്ത, ഉപ്പച്ചി വിളിക്കുന്നുണ്ട്. എന്തിനാ? തള്ളിയിട്ടതിനെ പറ്റി ചോദിക്കാനാവും. ഷാനുക്കയുണ്ട്. ഞാൻ വീണതാണെന്ന് നിന്നൊന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ? അങ്ങനെ ഇപ്പം കാക്കൂനെ രക്ഷിക്കാൻ കള്ളം പറയണ്ട. ഇത്ത ഇങ്ങനെ പാവമായി നിൽക്കുന്നതുകൊണ്ടാ. ഞാനാ മറ്റുമാണെങ്കിൽ കാണാമായിരുന്നു. ദിയ പേടിയോടെ ഷാനുവിനെ ഒന്ന് നോക്കി ഉപ്പച്ചയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ ഉപ്പച്ചി, ഞങ്ങൾ റൊമാൻസ് കണ്ടുകൊണ്ട് ഹനു വന്നത്. അവൾ കണ്ട ചമ്മൽ കൊണ്ട് ഞാൻ ഇവളെ പിടിച്ചു മാറ്റിയതാ. അപ്പോഴേക്ക് ഇവൾ താഴെ വീഴുകയും ചെയ്തു. ഉപ്പച്ചിയുടെ ചോദ്യത്തിന് മുന്നിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തു പോലെയുള്ള ഷാനുവിൻ്റെ ഉത്തരം കേട്ട് ദിയ അന്താളിപ്പോടെ അവനെ നോക്കി. ഉമ്മച്ചിയും ഉപ്പച്ചിയും നാണത്തോടെ ഒന്ന് ചിരിച്ചതും ദിയയും ഉള്ളിലുണ്ടായ സങ്കടം മറച്ചു പിടിച്ച് അവരെ നോക്കി പുഞ്ചിരിച്ചു. ഈ പെണ്ണ്, നീ എങ്ങനെ ഇനി അവരുടെ മുറിയുടെ പരിസരത്ത് പോയാലുണ്ടല്ലോ. ഉപ്പച്ചി ചിരിയോടെ ഹനുവിനോടായി പറഞ്ഞതും ഹനു ഷാനു പറഞ്ഞത് സത്യമാണെന്നുള്ള വിശ്വാസമില്ലാതെ ദിയയെ തന്നെ നോക്കി നിന്നു.
ഷാനുക്കൊക്കെ ദിയെ ഇഷ്ടമല്ലേ? പിന്നെ എനിക്ക് നിന്നെ കഴിഞ്ഞ് അവളെ ഇഷ്ടം. അത്രയ്ക്ക് അങ്ങോട്ട് ഓവറാക്കണ്ട. എനിക്ക് ഒന്നും മനസ്സിലായി കാക്കൂ, ഇപ്പോഴും പഴയ പ്രേമം മനസ്സിലിട്ട് നടക്കുകയാണെന്ന്. അതേലോ, അപ്പോൾ കാക്കൻ്റെ ഉള്ളിലിരിപ്പ് ദിയെ ഉപേക്ഷിച്ച് അവളെ കെട്ടാനാണോ? നീ 10ാം ക്ലാസ് അല്ലേ ആയുള്ളൂ, വലിയ വലിയ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. ഷാൻ ഇറങ്ങിപ്പോയതും ദിയ എല്ലാം കേട്ട് കണ്ണു നിറച്ച് നിൽക്കുന്നത് കണ്ട് ഹനു എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ബെഡ്റൂമിലെത്തിയതും ദിയ ഷീറ്റ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ കയറി. നീണ്ടു നിവർന്ന് കിടക്കാത്തത് കൊണ്ടാവും അവൾക്ക് നല്ല നടുവേദനയുണ്ടായിരുന്നു. അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന് ഷാനുവിനെ നോക്കി. അതെ, എന്തെങ്കിലും ബാം കിട്ടുമോ? എനിക്ക് നല്ല ഊരവേദനയുണ്ട്. ഇത് മെഡിക്കൽ ഷോപ്പല്ല. അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പറയുന്നത് കേട്ട് അവൾ വേദനയോടെ അവൻ്റെ ചെന്ന് കിടന്നു. നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ തണുപ്പും അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. പടച്ചോനെ, എവിടെ ചെന്നാലും എനിക്ക് പരീക്ഷണമാണല്ലോ. കാലത്ത് ഷാനായിരുന്നു ആദ്യം ഉണർന്നത്. ഈ കോപ്പെന്താ ഇതുവരെ എഴുതിയിട്ട് പോയില്ലേ? ഷാൻ അവൾ കിടന്ന ഭാഗത്തേക്ക് നോക്കി സ്വയം പറഞ്ഞു. മോനെ, ദിയമോളെ ഇതുവരെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് വരുന്നത് അവൾ. ഉമ്മച്ചി ഷാനുവിനെ കണ്ടതും ചോദിക്കുന്നത് കേട്ട് അവനൊന്ന് പതറി. അത് കാക്കു എങ്ങനെ അറിയാനോ ഉമ്മച്ചി, ഞാൻ നോക്കാം. ഹനു മുറിയിലേക്ക് പോകാൻ നിന്നതും ഷാൻ തടഞ്ഞു. നീ വിളിക്കൊന്നും വേണ്ട, അവൾക്ക് നല്ല സുഖമില്ല. അയ്യോ, എന്നിട്ടെന്താ നീ ഞങ്ങളോട് പറയാതിരുന്നത്? രക്ഷപ്പെട്ടെന്ന് കരുതി കാണും. ഹനു അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അതിനും മാത്രം ഒന്നുമില്ല. നിനക്ക് അങ്ങനെ തോന്നൂ. ഇതുവരെയായിട്ട് നിനക്ക് അവളെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തോന്നിയോ? ഞാൻ നോക്കട്ടെ അവൾക്ക് എന്താ പറ്റിയതെന്ന്. ഉമ്മ അവിടെ നിൽക്കേ, ഞാൻ ചെന്ന് അവളെ വിളിക്കാം. വേണേ ഹോസ്പിറ്റലിലും കൊണ്ടുപോവാം. ഷാൻ ഉമ്മയും തടഞ്ഞു വെച്ച് മുറിയിൽ ചെന്നു. അവളുടെ കിടത്തം ഡ്രസ്സിംഗ് റൂമിലാണെന്ന് കണ്ടാൽ ഇന്നത്തോടെ എല്ലാം അവസാനിക്കും. ഷാൻ ഡോറിൽ തട്ടിയതും ദിയ വയ്യാതെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഷാനുവിനെ കണ്ടതും അവൾ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഡോറ് തുറന്നു. എന്താ, ഇന്ന് ഉടരാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? എല്ലാവരും കൂടി ഇടിച്ചു കയറി വരുന്നതിന് മുമ്പ് താഴേക്ക് ചെല്ലാൻ നോക്കാം. അത് ഞാൻ അയ്യോ, ടൈം 9 ആയോ? ആദ്യം അമ്മായിയമ്മയെ കയ്യിലെടുക്കാൻ വെളുപ്പിന് എഴുന്നേക്കും, പിന്നെ യഥാർത്ഥ സ്വഭാവം വെളിയിലെടുക്കും. ദിയ ഒന്നും പറയാനാവാതെ നിന്നു. ഇനിയെങ്കിലും അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങിപ്പോയേ. അവൾ വയ്യാതെ ഫ്രഷായി വന്ന് നമസ്കരിച്ച് താഴേക്കിറങ്ങി. ദേഹം മുഴുവൻ തളരുന്നുണ്ടായിരുന്നു. ഷാനു, നീ ഇത് എന്തു ഭാവിച്ചാ? ദിയക്ക് നല്ല പനിയുണ്ടല്ലോ, എന്നിട്ട് നീ ഞങ്ങളോടൊന്നും പറയാതെ അവളെ കിച്ചണിലോട്ട് പറഞ്ഞു വിട്ടു അല്ലേ? ഷാൻ ദിയെ എന്ന് നോക്കിയതും അവൾ തലയും താഴ്ത്തി നിന്നു. മോള് പോയി റെഡി ആയിട്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊന്നും വേണ്ടേ ഉമ്മ. അതെന്താ, ഇപ്പം തന്നെ മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഉമ്മ വരാൻ നിന്നതും ഷാനു ഉമ്മയെ ഒഴിവാക്കി. ഒരു പനിയല്ലേ, അതിനെല്ലാവരും കൂടി പോകണോ? ഞാനല്ലേ കൂടെ? അതാ എൻ്റെ പേടി. ദിയ ഡ്രസ്സ് മാറി വന്നതും ഷാൻ ഉമ്മയെ എങ്ങനെയൊക്കെയോ പറഞ്ഞു നിർത്തി അവളെയും കൊണ്ടിറങ്ങി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും അവൻ അന്യനെ പോലെ മാറിയിരുന്നു. കഴിഞ്ഞോ? പിന്നെ അവനൊന്നും മിണ്ടാതെ വണ്ടിയിൽ കയറിയിരുന്നു. പിന്നാലെ അവളും. ടാബ്ലറ്റ് കഴിച്ച് അവൾ കിടക്കാൻ ഷീറ്റ് എടുക്കുമ്പോൾ ഷാൻ അവളെ ഒന്ന് നോക്കി. പനിയല്ലേ, വേണമെങ്കിൽ ഇവിടെ കിടന്നു. ഞാൻ പുറത്തെങ്ങാനും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ വെച്ച് പോലും തൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത അവനോട് അവൾക്ക് വെറുപ്പായിരുന്നു. ശരീരത്തിലെ വേദന ഒരുപക്ഷെ മെഡിസിന് മാറ്റാൻ പറ്റിയേക്കും, പക്ഷേ മനസ്സിനേൽക്കുന്ന വേദന മാറില്ല. ദിയയും ഉമ്മയും കിച്ചണിലായിരുന്നു. കോളിംഗ് ബെല്ല് കേട്ടതും ഹനു ഓടിച്ചെന്ന് ഡോറ് തുറന്നു. ആര്? ഇത് മനീഫ് കാക്കുവോ? ദുബായിൽ നിന്ന് എപ്പോൾ ലാൻഡ് ചെയ്തു? ഇന്നലെ. ഷാനല്ലേ? ഉണ്ട്. എനിക്ക് ചോക്ലേറ്റ് ഒന്നുമില്ലേ? ഇതാ, അല്ലെങ്കിൽ നീ എന്നെ ഇതിനകത്ത് കയറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളെയൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഇതുപോലെ ഒന്ന് അവിടെ ഉള്ളത് കൊണ്ട് അത്ര പെട്ടെന്ന് മറക്കില്ല. എങ്കിൽ കാക്കു കയറിയിരിക്കുക, ഞാൻ കാക്കുവിനെ വിളിക്കാം. ഹന ഷാനുവിനെ വിളിക്കാൻ ചെന്നതും ഉമ്മ കിച്ചണിൽ നിന്നും വന്നു. എന്തൊക്കെയാ, സുഖാണോ ഉമ്മ? മോൻ എപ്പോൾ വന്നു? ഇന്നലെ വന്നേ ഉള്ളൂ. മോനിരിക്കെ. ഷാൻ ഇറങ്ങി വന്ന് പഴയ ഫ്രണ്ടിനെ സ്വീകരിച്ചു. മോളെ, ഷാനുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവർക്ക് കുടിക്കാനെങ്കിൽ ഇതിനും കൊടുക്ക. ദിയ ജ്യൂസ് എടുത്ത് അവരുടെ അടുത്തേക്ക് വന്നു. ഇതാണ് ഷാനുക്കയുടെ വൈഫ് ദിയ. ഇതാണ് ഷാനുക്കാക്കുവിൻ്റെ ഫ്രണ്ട് മനാഫ്.
ആള് ദുബായിലായിരുന്നു. ഇന്നലെ ലാൻഡ് ആയതേ ഉള്ളൂ. ഹനു അവളെ കണ്ടപാടെ അടുത്ത് ചെന്ന് പറഞ്ഞു. മുന്നിലിരിക്കുന്ന മനാഫിനെ കണ്ട് ദിയെ കണ്ട് മനാഫും ഞെട്ടി. കണ്ട ഷോക്കിൽ അവർ പരസ്പരം നോക്കി നിന്നു.